അർജന്റീന സ്പെയിൻ ഫിഫ ഫൈനൽ മത്സര സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കളിക്കാനിറങ്ങുന്ന അർജന്റീന കളിക്കാരുടെ മുഖം നിങ്ങൾ കണ്ടിരുന്നു. എല്ലാവരുടെയും മുഖത്ത് നല്ല വിഷമം. പ്രത്യേകിച്ച് എമി മാർട്ടിനസിന്റെ മുഖം കണ്ടപ്പോൾ ഇവർ എന്താണ് ഇത്ര ഗ്ലൂമിയായി കളിക്കാനിറങ്ങുന്നത് എന്ന് സംശയം തോന്നിയിരുന്നു. ഇനി കളി തുടങ്ങിയപ്പോഴാണെങ്കിൽ മൊത്തം ഡിഫെൻസിങ്, മുന്നോട്ട് പോകാൻ കഴിയുന്ന പന്തുകൾ വരെ ബാക്ക് പാസുകൾ. മെസ്സി ആണെങ്കിൽ പൂർണ്ണമായും നിർവികാരൻ. ആകെ കളിച്ചത് ഗോൾ കീപ്പർ മാത്രം. I felt really sad when Spain won the cup. ഫൈനൽ കഴിഞ്ഞ് പിറ്റേന്ന് മുതലാണ് വീഡിയോകൾ വരാൻ തുടങ്ങിയത്. അപ്പോഴാണ് സത്യമറിഞ്ഞത്, ഈ ഫൈനൽ ആദ്യമേ തന്നെ സ്പെയിൻ കപ്പ് കൊണ്ടുപോകാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അത്രേ. ഇതൊരു ഒത്തുകളിയായിരുന്നു അത്രേ. അതിന് കാരണം ഇംഗ്ലണ്ടുമായുള്ള സെമിയിൽ അർജന്റീനൻ കളിക്കാർ ലാസ് മാൽവിനാസ് സോൺ അർജന്റീനാസ്, ദ ഫാക്ലാൻഡ്സ് ആർ അർജന്റീൻ എന്ന് ബെഡ്ഷീറ്റിൽ എഴുതി കാണിച്ചത്. കളിക്കാരോ ടീമുകളോ രാഷ്ട്രീയ പ്രകടനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന ഫിഫ നിയമത്തിന്റെ ലംഘനമായിരുന്നു അത്രേ അത്. അതിനുള്ള ശിക്ഷ അർജന്റീനയെ ഫൈനലിൽ നിന്ന് വിലക്കലാണ്. പക്ഷേ ടിക്കറ്റ് വിറ്റു കഴിഞ്ഞു. കാണികൾ മെസ്സി രണ്ടാമത് കപ്പ് ഉയർത്തുന്നത് കാണാൻ പണം മുടക്കി കഴിഞ്ഞു. പകരം ചെയ്യാനുള്ളത് അടുത്ത 10 വർഷങ്ങളിലേക്ക് അർജന്റീനയെ ഫിഫയിൽ നിന്ന് വിലക്കണം. പക്ഷേ അത് അസാധ്യമാണ് താനും. അങ്ങനെ ചെയ്താൽ ഫുട്ബോളിന്റെ പ്രീതി കുറയും. മെസ്സി എന്ന മിഷിഹായുടെ പേരിനെ കളങ്കം തട്ടും. സോ ആകെയുള്ള വഴി അർജന്റീനയെ കളിക്കാൻ അനുവദിക്കുകയും സ്പെയിനിന് കപ്പ് കൊടുക്കുകയും വേണം. അതുകൊണ്ട് തന്നെ കളിക്കു മുമ്പ് അർജന്റീനൻ കളിക്കാരോട് പറഞ്ഞു അത്രേ, നിങ്ങൾ ശരിയായി കളിക്കാൻ പാടില്ല, തോറ്റുകൊടുത്ത് സ്പെയിൻ കപ്പ് നേടാൻ അനുവദിക്കണം. അതുകൊണ്ടാണ് അത്രേ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മെസ്സി സഹകളിക്കാരോട് പറഞ്ഞത്, ഗായ്സ് നിങ്ങൾ കഴിഞ്ഞതെല്ലാം മറക്കൂ, പകരം നമുക്ക് കളിക്കാം, ജയിക്കണമെന്നല്ല. ഈ കഥയാണ് സോഷ്യൽ മീഡിയയിൽ ലോകമുടനീളം ആയിരക്കണക്കിന് വീഡിയോകളിലൂടെ പ്രചരിക്കുന്നത്. ഇത് തന്നെയാകണം സത്യം എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇതിന് പിന്നിലെ യഥാർത്ഥ സത്യം എന്തെന്നാൽ ഇത് ഒരു വളരെ വലിയ കോൺസ്പിറസി തിയറിയാണ്, ഗൂഢാലോചന സിദ്ധാന്തം. തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്ത പല പ്രധാന സംഭവങ്ങളുടെ പിന്നിലും ശക്തരായ ആളുകളുടെയോ അധികാര സ്ഥാനങ്ങളുടെയോ രഹസ്യ പദ്ധതികളുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഗൂഢാലോചന സിദ്ധാന്തം. പല കാര്യങ്ങളിലും നാം പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാതെയാകുമ്പോൾ ഉറച്ച ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ളവർ പോലും വിശ്വസിക്കും ഇതിന്റെ പിന്നിൽ ആരുടെയോ കറുത്ത കരങ്ങളുണ്ട്. ഒന്നുകിൽ ഗവൺമെന്റിന്റെ, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ, സമ്പന്നരുടെ. തീർച്ചയായും ഇതിന്റെ പിന്നിൽ ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. 3 സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് ഇതിന് പിന്നിൽ. ഒന്ന്, കൊഗ്നിറ്റീവ് ക്ലോഷർ അല്ലെങ്കിൽ വൈജ്ഞാനിക പൂർണ്ണത വേണമെന്ന ആവശ്യം. ഒരു യോജിച്ച വിശദീകരണം, തനിക്ക് സ്വീകാര്യമായത്. അത് തെറ്റാണെങ്കിൽ പോലും അനിശ്ചിതത്വത്തെക്കാൾ സൗകര്യപ്രദമാണ്. രണ്ടാമത്തേത്, താൻ യുണീക്ക് ആകണമെന്ന ആവശ്യം. ഔദ്യോഗിക വിവരണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ സത്യം താൻ കണ്ടെത്തിയെന്ന് വിശ്വസിക്കുന്നത് ഒരു പദവി ബോധം നൽകുന്നു. ഇന്റലക്ച്വലി സുപ്പീരിയർ ആകണമെന്ന ആവശ്യം കൂടുതലുള്ളവർ ഇത്തരം ചിന്തകളിൽ കൂടുതൽ വീണുപോകുന്നു. 3, എല്ലാ കാര്യങ്ങളിലും തന്റെ നിയന്ത്രണം വേണമെന്ന ആവശ്യം. ഒരു ദുഷ്ടവരേണ്യവർഗം എല്ലാം നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് തനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ക്രമരഹിതമായി സംഭവിക്കുന്നു, ആരുടെയും നിയന്ത്രണത്തിലല്ല എന്ന ബദൽ ചിന്തയേക്കാൾ ഒരർത്ഥത്തിൽ സ്വീകാര്യമാണ്. ഗൂഢാലോചന എന്ന് ആരോപിച്ചാൽ അതിന് പിന്നിൽ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത്തരം കോൺസ്പിറസി തിയറികളിൽ വിശ്വസിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരല്ല, നല്ല ഉറച്ച ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. ഇതേ കാരണങ്ങൾ തന്നെ ഇത്തരം സിദ്ധാന്തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു താനും. ഇന്ന് വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ ലോകത്ത് ബഹുഭൂരിപക്ഷം പേരും ഉറച്ചു വിശ്വസിക്കുന്ന ധാരാളം ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം മൂൺ ലാൻഡിംഗ് ഹോക്സ്. 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് നാസ കെട്ടിച്ചമച്ച കഥയാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും ധാരാളമുണ്ട്. നിഴലിന്റെ ആംഗിളുകളും വായുവില്ലാത്ത ചന്ദ്രന്റെ അന്തരീക്ഷത്തിൽ പാറികളിക്കുന്ന അമേരിക്കൻ പതാകയുമെല്ലാം ഇവർ തെളിവുകളായി ഉയർത്തി കാണിക്കുന്നു. ജോൺ എഫ് കെന്നഡിയെ വധിച്ചത് CIA-യും മാഫിയയും ക്യൂബയും മറ്റുമാണെന്ന് വിശ്വസിക്കുന്നത് മറ്റൊരു കോൺസ്പിറസി തിയറി. 9/11 ട്വിൻ ടവർ അറ്റാക്ക് അമേരിക്ക തന്നെ ഉണ്ടാക്കിയ പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും ധാരാളമുണ്ട്. ഭൂമി ഉരുണ്ടതാണ് എന്നതിന് ധാരാളം തെളിവുകൾ ഉണ്ടെങ്കിലും ഭൂമി പരന്നതാണെന്ന ഫ്ലാറ്റ് എർത്ത് സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് ലോകത്ത്. ലോകത്തിലെ എല്ലാ ഗവൺമെന്റുകളെയും, ലോകത്തിലെ എല്ലാ സമ്പത്തിനെയും നിയന്ത്രിക്കുന്നത് ഇല്യൂമിനാറ്റി എന്ന ഒരു സീക്രട്ട് എലീറ്റ് ഗ്രൂപ്പ് ആണെന്ന് വിശ്വസിക്കുന്നവർ എണ്ണത്തിൽ ബഹുദൂരം. കെംട്രെയിൽസ് എന്ന ഗൂഢാലോചന സിദ്ധാന്തം പറയുന്നത് കാലാവസ്ഥയെയും ജനസംഖ്യയെയും നിയന്ത്രിക്കാൻ വിമാനങ്ങൾ കെമിക്കൽ സ്പ്രേയിങ് നടത്തുന്നത് കൊണ്ടാണ് എയർക്രാഫ്റ്റുകൾക്ക് കോൺട്രെയിൽസ് ഉണ്ടാകുന്നതെന്നാണ്. നെവാഡ മിലിറ്ററി ബേസിൽ അന്യഗ്രഹ ജീവികളുടെ തെളിവുകൾ അമേരിക്കൻ ഗവൺമെന്റ് ഒളിച്ചുവെക്കുന്നു എന്നും അവിടെ യഥാർത്ഥത്തിൽ ഒരു UFO ഉണ്ട് എന്നും വിശ്വസിക്കുന്നതാണ് ഏരിയ 51 സിദ്ധാന്തം.
ആഗോള പ്രശസ്തരായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ക്യാൻസർ മുതലായുള്ള മാരക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ലാഭത്തിനായി അതൊന്നും പുറത്തുവിടുന്നില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ബിഗ് ഫാർമ ഗൂഢാലോചന സിദ്ധാന്തം പറയുന്നത്. പണ്ട് മുതലേ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമായിരുന്നു വാക്സിനുകളാണ് ഓട്ടിസം ഉണ്ടാക്കുന്നത് എന്ന്. 1966 തന്നെ പോൾ മക്കാർട്ട്നി മരിച്ചുവെന്നും അയാളുടെ ഒരു ലുക്കലൈക്കിനെ വെച്ച് ബാൻഡ് മുന്നോട്ട് കൊണ്ടുപോയി എന്നും വിശ്വസിക്കുന്നവർ ഇന്നും ധാരാളമാണ്. ഈ നിരയിലെ അവസാന കണ്ണിയാണ് അർജന്റീന സ്പെയിൻ മത്സരം. പുറത്തു വരുന്ന വീഡിയോകളെല്ലാം ആവർത്തിച്ച് പറയുന്ന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. സ്കലോണി സ്റ്റേഡിയത്തിലെത്തി കണ്ണീരോടെയാണ് ടീം ബസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെസ്സിയും മറ്റു കളിക്കാരും ലോക്കർ റൂമിൽ നിന്ന് തലകുനിച്ച് വിഷാദത്തോടെയാണ് കളിക്കാനായി പുറത്തു വരുന്നത്. നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ മെസ്സി സഹകളിക്കാരോട് പറയുന്നു, നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം, എന്നിട്ട് കളിക്കാം, ജയിക്കണമെന്നല്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ എൻസോ ഫെർണാണ്ടസും ലിസാൻഡ്രോ മാർട്ടിനസും കരയുന്നത് വ്യക്തമായി കാണാം. വാമപ്പിനിടെ മെസ്സി മനഃപൂർവ്വം ഗോൾ പോസ്റ്റിന് വെളിയിലേക്കാണ് പന്തുകൾ അടിച്ചു കളയുന്നത്. റഫറി സ്പെയിന് ഒരു മഞ്ഞക്കാർഡ് പോലും കൊടുക്കുന്നില്ല. മെസ്സിയെ ഫൗൾ ചെയ്യുമ്പോഴെല്ലാം മെസ്സി ഒരു വികാരവുമില്ലാതെ വെറുതെ നോക്കി മുന്നോട്ട് പോകുന്നു. കുക്കറയ കാണിക്കുന്ന നിരോധിക്കപ്പെട്ട ആംഗ്യത്തിന് അയാൾക്ക് യാതൊരു ശിക്ഷയും ലഭിക്കുന്നില്ല. സ്പാനിഷ് താരം താൻ ഫൗൾ ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പുവരുത്താൻ ബാക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടും എൻസോ ഫെർണാണ്ടസിന് രണ്ടാമത്തെ മഞ്ഞക്കാർഡും ലഭിക്കുന്നു. സ്കലോണി മറ്റു മത്സരങ്ങളിലെ തന്ത്രങ്ങളിൽ നിന്ന് വിപരീതമായി മിഡ്ഫീൽഡ് ഇല്ലാതെ മെസ്സിയെയും അൽവാരസിനെയും മുൻനിരയിൽ ഒറ്റക്കാക്കുന്നു. സ്പെയിൻ പൂർണ്ണമായും കളി നിയന്ത്രിക്കുമ്പോൾ പോലും മാർട്ടിനസിനെ രംഗത്തിറക്കുന്നില്ല. അങ്ങനെ തുടർച്ചയായി പോയിന്റുകളായി നീണ്ടുപോകുന്നു ഇത്തരം വാദങ്ങൾ. ശരിക്കു പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യുമ്പോഴും അസുഖം കുറഞ്ഞിട്ടും ശോഭയോടുള്ള സംശയത്തിൽ ജനൽ തുറന്ന് പുറത്തേക്ക് ടോർച്ചടിച്ചു നോക്കുന്ന തളത്തിൽ ദിനേശനെ പോലെ ഞാനും ആലോചിക്കുന്നു, ഞാനീ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിലും എന്തിനാണ് എമി മാർട്ടിനസിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഗ്ലൂമി ആയിരുന്നത് കളിക്കാനായി പുറത്തു വരുമ്പോൾ? ശരിക്കും ഇതിന് പിന്നിൽ ഒരു കള്ളക്കളി ഉണ്ടാകില്ലേ? എന്തോ സംഭവിച്ചിട്ടില്ലേ എന്നാണ് ഈ സത്യം പുറത്തു വരിക. സത്യം പുറത്തു വരേണ്ടതല്ലേ? ഇതാണ് കോൺസ്പിറസി തിയറികളുടെ ഒരു ശക്തി. നാം ഉറച്ചു വിശ്വസിക്കുന്ന കാര്യം സംഭവിക്കാത്തിടത്തോളം കാലം ഈ ശങ്ക നമ്മെ വിട്ടൊഴിയുകയില്ല. It will always be a conspiracy theory in our mind.